ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി 7ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളും ഉത്തരവും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കേരള പാഠാവലിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രവർത്തനം ഒന്ന് വായിക്കാം. ആകെ 6 പ്രവർത്തനമാണ് ഉണ്ടാവുക. അതിൽ 5 പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. വായിക്കാം, എഴുതാം. ഇവിടെ തന്നതൊരു കവിതയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പാസേജും തരാം. ഓക്കെ, മലയാളത്തെക്കുറിച്ചുള്ളൊരു കവിതയാണ്. ചേരമാൻ പെരുമാൾ വായിച്ച ഭാഷ. ചേരമാൻ പെരുമാൾ വായിച്ച ഭാഷ. കേരങ്ങളൊക്കെയും വായിച്ച ഭാഷ. കേരങ്ങൾ എന്ന് പറഞ്ഞാൽ തെങ്ങ്, നാളികേരം. ഞാറ് നടുന്നൊരു നാടിൻ്റെ ഭാഷ. ഞാറ് നടുമ്പോൾ നമ്മുടെ മലയാളം. ചേറ് പുരണ്ടൊരു നാടിൻ്റെ ഭാഷ. പുള്ളുവ വീണ മിടിക്കുന്ന ഭാഷ. ചുരികത്തഴുമ്പുള്ള നാടോടി ഭാഷ. കണ്ണകി കണ്ണു മിഴിപ്പിച്ച ഭാഷ. കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ. ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ. ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ. മീൻ തൊട്ടുകൂട്ടിയ പട്ടേരി ഭാഷ. തേൻ ചുരത്തി തന്ന കായാമ്പു ഭാഷ. വെള്ളം തുഴന്നേറെ പാടിയ ഭാഷ. ഉള്ളം നിറഞ്ഞുറഞ്ഞാടിയ ഭാഷ. ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ. തമ്പുരാക്കന്മാർ മുറുക്കിയ ഭാഷ. ചിന്തതൻ ചന്തം പകരുന്ന ഭാഷ. പൈതലിൻ ഹാസം പതയുന്ന ഭാഷ. പ്രേമം നിറഞ്ഞു വഴിയുന്ന ഭാഷ. കണ്ണീരും മുത്തായി മാറുന്ന ഭാഷ. അപ്പം നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. ഓക്കെ, ഇനിയുമുണ്ട്. ഇടിനഞ്ചു പൊട്ടും ഇടയൻ്റെ ഭാഷ. മണിനാഥമായി മുഴങ്ങിയിടുന്ന ഭാഷ. നാരുവിരിക്കുന്ന നേരിൻ്റെ ഭാഷ. കൊയ്തു മെതിക്കുന്ന വേർപ്പിൻ്റെ ഭാഷ. മാമരങ്ങൾ പൂത്ത കാടിൻ്റെ ഭാഷ. നീളെ കടൽത്തിര പാടുന്ന ഭാഷ. സൂര്യകാന്തിപ്പൂ ചിരിക്കുന്ന ഭാഷ. സൂര്യനായി കത്തി ജ്വലിക്കുന്ന ഭാഷ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം മലയാള ഭാഷയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാറ് നടുന്നൊരു നാടിൻ്റെ ഭാഷ. ചേറ് പുരണ്ടൊരു നാടിൻ്റെ ഭാഷ. ഈ വരികൾ സൂചിപ്പിക്കുന്ന എന്ത്? കൃഷിപ്പാട്ട്, വടക്കംപാട്ട്, തോറ്റംപാട്ട്. എന്താണ്? കൃഷിപ്പാട്ടാണ്. ഞാറ് നടുക, അതേപോലെ തന്നെ ചേറ് പുരണ്ട എന്നൊക്കെ പറയുന്നത് കൃഷിപ്പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത്, കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരി ഏത്? പൈതലിൻ ഹാസം പതയുന്ന ഭാഷ. ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ. മീൻ തൊട്ടുകൂട്ടിയ പട്ടേരി ഭാഷ. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ. കാരണം എന്താണ്? ഉന്തുന്തുന്തുന്തുന്ന് അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മുടെ കൃഷ്ണഗാഥ ചെറുശ്ശേരി എഴുതിയത്. അപ്പോൾ ഉന്തുന്തുന്തുന്തുന്ന് ആ പാട്ടിൻ്റെ ചേലുള്ള ഭാഷ അതുമായി യോജിച്ചതാണ്. ഇനി അടുത്തത്, കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിലേറിനൊരു ചിരിച്ചൊരാൾ. അമ്മ മലയാളം, കുരീപ്പുഴ ശ്രീകുമാർ. ഈ വരികളുമായി സാമ്യമുള്ള വരിയേത്? കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ. അപ്പോൾ ഈ വരിയുമായിട്ട് ബന്ധമുള്ളത് എന്താണ്? കണ്ണീരും മുത്തായി മാറുന്ന ഭാഷ. ഓമന തിങ്കൾ ഉറങ്ങുന്ന ഭാഷ. കണ്ണകി കണ്ണുമിഴിച്ച ഭാഷ. അപ്പോൾ ഇവിടെ താരാട്ടുപാട്ടാണല്ലേ. അപ്പോൾ ഒരു താരാട്ടുപാടുമായി സാമ്യമുള്ളത് ഏതാണ്? ഓമന തിങ്കൾ ഉറങ്ങുന്ന ഭാഷ. ഓക്കെ, ഇനി അടുത്ത് മലയാള ഭാഷയെ കൈപിടിച്ചുയർത്തിയ കവികളും അവരുടെ കവിതയെക്കുറിച്ചുള്ള സൂചനകളും നൽകുന്നു. നോക്കാം. എഴുത്തച്ഛൻ ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്തു വാര്യർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പുറം എഴുതിയത് വള്ളം തുഴന്നേറി പാടിയ ഭാഷ. കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ. ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ. അപ്പോൾ 75-നുമായി നമുക്ക് സാമ്യപ്പെടുത്താം. കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ. കുഞ്ചനിമർ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ. രാമപുരത്ത് വാര്യർ ആളേറെ വെള്ളം തുഴന്നേറെ പാടിയ ഭാഷ. വെള്ളം തുഴന്നേറെ പാടിയ ഭാഷ. ഇനി നമുക്ക് ഇതിനൊരു ശീർഷകം കൊടുക്കാനാണ്. അടുത്ത പ്രവർത്തനം നമുക്ക് എൻ്റെ മലയാളം എന്ന് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിഷ്ടമുള്ള കവിതയുമായി യോജിച്ച ഒരു ശീർഷകം കൊടുക്കുക. അടുത്തതൊരു പ്രതികരണ കുറിപ്പാണ്. ഓക്കെ, രണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ആദ്യം നമുക്ക് വായിക്കാം. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേർ അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. കുഞ്ഞുണ്ണി മാഷ് ഹാസ്യത്തിൽ നമുക്ക് കുഞ്ഞുണ്ണി മാഷ് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ജനിക്കുന്ന നിമിഷം, പെറ്റ് വീഴുന്ന ആ നിമിഷം മുതൽ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണം, അതുകൊണ്ട് ഭാര്യയുടെ പ്രസവം ഇംഗ്ലണ്ടിൽ തന്നെയാക്കി എന്ന് കുഞ്ഞുണ്ണി മാഷ് പരിഹാസത്തോടെ പറയാണ്.
അപ്പോൾ രണ്ടുപേരുള്ള സംഭാഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മോനെ, ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാ? അപ്പോൾ കുട്ടി ഉത്തരം പറയുകയാണ്, സ്ട്രൈറ്റ് പോയി സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിനിമം ബൂത്തിൻ്റെ ഓപ്പോസിറ്റിലാണ് ജില്ലാ ആശുപത്രി. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും രണ്ട് വഴിയാത്രകൾ തമ്മിലുള്ള സംഭാഷണവും വായിച്ചല്ലോ. മലയാള പദങ്ങൾ ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ? മലയാളിക്ക് മലയാളത്തോടുള്ള മമത കുറയുന്നുവോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. മാതാവാണ് ഏതൊരു വ്യക്തിയുടെയും ആദ്യ ഗുരു. മാതാവാണ് ഏതൊരു വ്യക്തിയുടെയും ആദ്യ ഗുരു. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ പലതും പഠിച്ചു തുടങ്ങുന്നു. മാതൃഭാഷയാണ് ഏതൊരുവനും ആദ്യം വശമാക്കുന്ന ഭാഷ. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും പലരും പുച്ഛത്തോടെയാണ് ഈ ഭാഷയെ കാണുന്നത്. പല വിദ്യാലയങ്ങളിലും മലയാളം ഉച്ചരിച്ചാൽ ശിക്ഷകൾ വരെ ഏർപ്പെടുത്തുന്നുണ്ട്. ഓരോ കുഞ്ഞും വസ്തുക്കളെ തിരിച്ചറിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ തൻ. മഹാകവി വള്ളത്തോളിൻ്റെ മാതൃഭാഷയുടെ ഈ വരികൾ മഹത്വം വിളിച്ചോടുന്നു. മാതൃഭാഷ മാതാവിന് തുല്യമാണ് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശൈശവ ദിശയിൽ കുട്ടി വസ്തുക്കളെ തിരിച്ചറിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും ഇതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. മലയാളം വിഷയത്തോട് തന്നെ ജനങ്ങളുടെ മനോഭാവം വളരെ വേദനാജനകമാണ്. മക്കളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് മോശമായി കാണുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. തൻ്റെ മകന് കാഠിന്യമേറിയ വിഷയം മലയാളമാണ് എന്ന അഭിമാനത്തോടെയാണ് ചിലരെങ്കിലും നിലപാടുകൾ മാറ്റേണ്ടത് പറയുന്നത്. ഈ അത്യാവശ്യമാണ്. അമ്മയ്ക്ക് തുല്യമായ സ്ഥാനമാണ് മലയാള ഭാഷയ്ക്ക് നാം നൽകേണ്ടത്. ഒന്നുകൂടി വായിക്കാം. മാതാവാണ് ഏതൊരു, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് ഉപന്യാസമോ എന്തെങ്കിലും കുറിപ്പോ വന്നാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. മാതാവാണ് ഏതൊരു വ്യക്തിയുടെയും ആദ്യ ഗുരു. ഒരു കുഞ്ഞ് ജനിച്ചത് വീഴുന്നത് മുതൽ പലതും പഠിച്ചു തുടങ്ങുന്നു. മാതൃഭാഷയാണ് ഏതൊരുവനും ആദ്യം വശമാക്കുന്ന ഭാഷ. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ശ്രേഷ്ഠഭാഷയായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും പലരും പുച്ഛത്തോടെയാണ് ഈ ഭാഷയെ കാണുന്നത്. പല വിദ്യാലയങ്ങളിലും മലയാളം ഉച്ചരിച്ചാൽ ശിക്ഷകൾ വരെ ഏർപ്പെടുത്തുന്നുണ്ട്. ഓരോ കുഞ്ഞും വസ്തുക്കളെ തിരിച്ചറിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ തൻ. മഹാകവി വള്ളത്തോളിൻ്റെ മാതൃഭാഷയുടെ ഈ വരികൾ മഹത്വം വിളിച്ചോതുന്നു. മാതൃഭാഷ മാതാവിന് തുല്യയാണ് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശൈശവ ദിശയിൽ കുട്ടി വസ്തുക്കളെ തിരിച്ചറിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും ഇതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. മലയാളം വിഷയത്തോട് തന്നെയുള്ള ജനങ്ങളുടെ മനോഭാവം വളരെ വേദനാജനകമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. കാവ്യനർത്തകി എന്ന കവിതയിൽ നർത്തകിയായി കവിയുടെ മുന്നിൽ വന്നത് ആരാണ്? നമുക്ക് അടുത്ത പ്രവർത്തനം ഒരു നോട്ടീസാണ്. നോട്ടീസിൻ്റെ വിഷയം നമുക്ക് നോക്കാം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തുന്നു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ. മലയാളത്തിൽ പുതുവത്സര ആശംസവചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം, നിർത്താതെ മലയാളം 1 മിനിറ്റ് പ്രസംഗം, കാവ്യകളി ഇവയാണ് മറ്റ് പ്രധാന പരിപാടികൾ. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഏവരെയും പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആകർഷകമാകണം. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഓക്കെ, പിന്നെ എല്ലാവരെയും ക്ഷണിക്കണം. കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതണം. നല്ല മനോഹരമാക്കണം. ഒരു ബോർഡറൊക്കെ വരയ്ക്കാം. പുതുവത്സരാഘോഷം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തുന്നു. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ. മലയാളത്തിൽ പുതുവത്സര ആശംസാവചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം, നിർത്താതെ മലയാളം 1 മിനിറ്റ് പ്രസംഗം, കാവ്യകളി. ഏവർക്കും സ്വാഗതം. ഓക്കെ, നോട്ടീസിൻ്റെ മാതൃകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ഒരു ജീവചരിത്രം തയ്യാറാക്കാനാണ്. ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കേണ്ടത് രാജാ രവിവർമ്മയെക്കുറിച്ചാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിലുള്ള മാർക്ക് ആരും മിസ്സാക്കരുത്. കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതുക.
ജനനം 1848 ഏപ്രിൽ 29. ജന്മസ്ഥലം കിളിമാനൂർ കൊട്ടാരം, തിരുവനന്തപുരം. മാതാപിതാക്കൾ ഉമ അംബാബായി തമ്പുരാട്ടി, ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്. ഗുരു കൊട്ടാരം ചിത്രകാരൻ രാജരാജവർമ്മ. മരണം 1906 ഒക്ടോബർ 2. പ്രധാന ചിത്രങ്ങൾ വിളക്കേന്തിയ വനിത, അതാ അച്ഛൻ വരുന്നു, ഹംസവും ദമയന്തിയും, ദർഭമുന കൊണ്ട ശകുന്തള. അംഗീകാരങ്ങൾ 1871 മഹാരാജാവിൽ നിന്ന് വീരശൃംഖല, 1873 മദ്രാസിൽ നടന്ന കലാപ്രദർശനത്തിൽ സുവർണമുദ്ര. കൊട്ടാര ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ചു തുടക്കം. എണ്ണച്ചായ ചിത്രരചന പ്രാവീണ്യം. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവും. മുകളിൽ കൊടുത്ത വിശദാംശങ്ങൾ യുക്തപരമായി ക്രമപ്പെടുത്തി എണ്ണച്ചായ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. രാജാ രവിവർമ്മ. ആരുടെയാണോ ജീവചരിത്രക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്, ആളുടെ പേര് എഴുതണം, ജന്മവർഷവും മരണവർഷവും ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതണം. ഓക്കെ, ഇതൊരു നടുവിലേക്കായിട്ട് നിങ്ങൾ എഴുതുക. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവും എന്നറിയപ്പെട്ടിരുന്ന രാജാ രവിവർമ്മ 1848 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. 1849 കിളിമാനൂർ രചിച്ചു. ഏപ്രിൽ 29 എന്ന് അവിടെ എഴുതണം. ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ഉമാ അമ്പായി തമ്പുരാട്ടി, ഏഴുമാവ് നീലകണ്ഠൻ ഭട്ടതിരിപ്പാട് എന്നിവരായിരുന്നു മാതാപിതാക്കൾ. കൊട്ടാര ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ചു തുടക്കം. ചിത്രകാരൻ രാജരാജവർമ്മയായിരുന്നു ഗുരു. പുരാണേതിഹാസങ്ങളിലെ നായികമാരെ വർണ്ണത്തിലെ ഭാരതീയമായ ഭാവാത്മക കൊണ്ടും ട്രീറ്റ്മെൻറ്റിൻ്റെ ലയവിന്യാസത്താലും ചൈതന്യവത്താക്കി. എണ്ണച്ചായ ചിത്രരചനയിൽ പ്രാവീണ്യം നേടി. രാജാ രവിവർമ്മ കേരളീയ ചിത്രകലയെ ഒരു കാലഘട്ടം തന്നെ സൃഷ്ടിച്ചു. മുല്ലപ്പൂ ചൂടിയ മലയാള സ്ത്രീ, ശകുന്തള, അച്ഛൻ വരുന്നു, ഹംസദമയന്തി തുടങ്ങിയ ചിത്രങ്ങൾ പ്രസിദ്ധങ്ങളാണ്. 1873 വിയന്നയിൽ നടന്ന ചിത്രപ്രദർശനത്തിൽ പങ്കെടുത്തു. ഇതേ വർഷം തന്നെ മദ്രാസിൽ വെച്ച് നടന്ന ചിത്രപ്രദർശനത്തിൽ മുല്ലപ്പൂ ചൂടിയ മലയാള സ്ത്രീ എന്ന ചിത്രത്തിന് സുവർണമുദ്ര ലഭിച്ചു. 1871 മഹാരാജാവിൽ നിന്ന് വീരശൃംഖല ലഭിച്ചു. 1906 ഒക്ടോബർ 2 മരണപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് രാജാ രവിവർമ്മയുടെ ജീവചരിത്രക്കുറിപ്പ്. ഇനി ഇതല്ല വേറെ ഏതെങ്കിലും വന്നാൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരുടേതാണോ പ്രൊഫൈൽ എഴുതാൻ വന്നത് ആ ആളുടെ പേരും ജനിച്ച വർഷവും മരണവർഷവും അതേപോലെ തന്നെ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രവർത്തനം ഒരു ഇമെയിൽ സന്ദേശമാണ്. നോക്ക് എടാ, നീ നേടി നോക്ക്. പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയ ബ്രൗണിനോട് അച്ഛൻ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കുകളാണിത്. സെൻട്രലുടെയും രാജകുമാരൻ്റെയും ചിത്രന് സമ്മാനം നേടിയ ക്രിസ്റ്റി ബ്രൗണിനെ അഭിനന്ദിച്ചുകൊണ്ട് വ്യത്യസ്തമായ 2 ഇമെയിൽ സന്ദേശങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇമെയിൽ സന്ദേശം അയക്കുമ്പോൾ സന്ദേശം തയ്യാറാക്കി അയക്കുന്ന ആളിൻ്റെയും സന്ദേശം സ്വീകരിക്കുന്ന ആളുടെയും ഇമെയിൽ ഐ ഡി നമ്മൾ എഴുതണം. പിന്നെ സന്ദേശത്തിൻ്റെ സംക്ഷിപ്തമായ അവതരണം വേണം, വിഷയത്തിൻ്റെ പരാമർശം വേണം, ഉചിതമായ ഭാഷ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫ്രം ഒരു ജിമെയിൽ ഐ ഡി എഴുതുക, ടു എഴുതുക, പിന്നെ സബ്ജക്റ്റ് എന്നുള്ള വിഷയം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, വിഷയം ഇതൊക്കെ മലയാളത്തിലാണ് എഴുതേണ്ടത്. bilu@gmail.com, christybon123@gmail.com. ഇതൊക്കെ നിങ്ങൾ മലയാളത്തിൽ എഴുതണം. വിഷയം അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റി ബ്രൗണിന് അഭിനന്ദന സന്ദേശം. അഭിനന്ദനങ്ങൾ ക്രിസ്റ്റി ബ്രൗൺ, താങ്കൾ അത് നേടിക്കഴിഞ്ഞു. ചിത്രകലയിൽ അതിജീവനത്തിൻ്റെ നൂതന സാന്നിധ്യം കുറിച്ച താങ്കൾക്ക് എൻ്റെ 1000 അഭിനന്ദനങ്ങൾ. ആത്മവിശ്വാസവും തൻ്റെ ഉയരങ്ങളിലെത്തണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് താങ്കളെപ്പോലുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. പരിമിതികളിൽ നിന്ന് അനുകരണീയമായ സാധ്യതകളിലേക്ക് ഉയർന്നു വന്നത് താങ്കൾക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയർത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ബിലു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രമും ടൂവും വേണം. അതേപോലെ വിഷയം എന്ന് എഴുതിയിട്ട് അഭിനന്ദിക്കാനാണ് നമ്മൾ ഈ ചോദ്യം തന്നെ വരണമല്ലേ. ഇതിനോട് സമാനമായിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ വന്നാൽ വിഷയവുമായി പരാമർശപ്പെട്ട നമുക്ക് തന്ന ഏതാണോ വിഷയം അത് പരാമർശിക്കുക. വിഷയം എന്ന് എഴുതിയിട്ട് അത് എഴുതുക. പിന്നെ നമ്മൾ സ്നേഹപൂർവ്വം നമ്മുടെ ലെറ്ററിൻ്റെ സ്റ്റൈലിൽ തന്നെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഒരു ലേഖനമാണ്.
ഞാൻ പല നാളുകളിൽ ഞാനൊരു പുഴയായി പവിഴക്കൂട്ടിലിറങ്ങി. ഒരു നാൾ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റത്തളിരായി. ഗംഗാധരൻ നായർ. ചിത്രശലഭങ്ങൾ. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്ന ശേഷം പുഴുവായി ഇഴഞ്ഞു നീങ്ങുന്നു. പുഴുവായിരുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും രൂപമാണ് കുട്ടികൾ. വളരുംതോറും മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാകുന്നുണ്ടോ? മുകളിലെ വരികളും പ്രസ്താവന പരിഗണിച്ച് ലഘുലേഖനം തയ്യാറാക്കുക. ലേഖനത്തിന് ഉചിതമായ തലക്കെട്ടും നൽകണം. അപ്പോൾ ഉചിതമായ തലക്കെട്ട് നമുക്ക് മാനവികതയുടെ മഹത്വം എന്ന് കൊടുക്കാം. നമുക്ക് ചെറിയൊരു മാതൃക നോക്കാം. മാനവികതയുടെ മഹത്വം മനുഷ്യനാകുക എന്നതല്ല, മറിച്ച് മനുഷ്യത്വം ഉണ്ടാക്കുക എന്നതാണ്. പാശ്ചാത്യ പ്രേരണകൾക്കും ശാരീര ഇച്ഛകൾക്കും വശംവദരാകുന്ന മനുഷ്യ മനസ്സുകളെ വിമലീകരിച്ച് മാനവികതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് വഴി നടത്തുക എന്നത് ഓരോ രാഷ്ട്രത്തിൻ്റെയും ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക എന്നതാണ് മാനവികതയുടെ അടിസ്ഥാനം. തന്നെപ്പോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുക്കാനും എല്ലാവരെയും പരിഗണിക്കാനും സാധിക്കുന്നിടത്താണ് മനുഷ്യത്വം രൂപപ്പെടുന്നത്. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന മായയുടെ അടിസ്ഥാന ഘടകം മാനവികതയല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യർ എന്ന നിലയിൽ കാണുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തന്നെ മായാമോഹമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ലേഖനമാണ്, ഒരു സാമ്പിളാണ്. ഓക്കെ, നമ്മൾ ഒരു മാതൃക ചോദ്യ പേപ്പറാണ് നോക്കിയത്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക്